ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ആഗസ്റ്റ് 9 വിശുദ്ധ ഈദിത്ത് സ്റ്റെയിനിൻ്റെ തിരുനാൾ. 1891 ഒക്ടോബർ 2 ജർമ്മനിയിലെ ബ്രൈസ്ലോവിൽ ഈദിത്ത് സ്റ്റെയിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കുരിശിൻ്റെ സിസ്റ്റർ ബെനഡിക്ത ഒരു യഹൂദ കുടുംബത്തിൽ ജനിച്ചു. അവൾക്ക് 2 വയസ്സുള്ളപ്പോൾ പിതാവ് മരിച്ചു. ചെറുപ്പം മുതലേ അവൾ പഠനത്തിൽ വളരെ സമർത്ഥയായിരുന്നു. 1910 ബ്രൊസിലോവിലുള്ള സർവകലാശാലയിൽ തത്വശാസ്ത്രം പഠിക്കാൻ പ്രവേശിച്ചു. 2 വർഷത്തിനു ശേഷം ഉപരിപഠനത്തിനായി ഗോട്ടിംഗൻ എന്ന സ്ഥലത്തേക്ക് മാറിയതും അവിടെ വച്ച് ലോക പ്രശസ്ത തത്വചിന്തകനായ എഡ്മണ്ട് ഹുസറലിനെ കണ്ടുമുട്ടി. പിന്നീട് അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠനവും ഗവേഷണവും നടത്തി. 1921 അവധിക്കാലം ചെലവിടുന്നതിനായി ഈദിത്ത് സ്റ്റെയിൻ തൻ്റെ സുഹൃത്തുക്കളായ മർത്തിയൂസ് ദമ്പതികളുടെ വീട്ടിൽ ചെന്നു. തങ്ങളുടെ ലൈബ്രറി ഉപയോഗിക്കാനുള്ള അനുവാദം ഈദിത്തിന് കൊടുക്കുകയുണ്ടായി. പ്രത്യേകമായിട്ടൊന്നും ശ്രദ്ധിക്കാതെ കയ്യിൽ കിട്ടിയ ആദ്യ പുസ്തകം വായിക്കാനെടുത്തപ്പോൾ ആവിലായിലെ അമ്മ ത്രേസ്യായുടെ ആത്മകഥയായിരുന്നു അത്. ഒറ്റ ഇരിപ്പിൽ തന്നെ പുസ്തകം വായിച്ചു മടക്കി വച്ചു പറഞ്ഞു, ഇതാണ് സത്യം. പിറ്റേ ദിവസം പട്ടണത്തിലുള്ള കർമ്മല മഠത്തിൽ അവൾ പ്രവേശിച്ചു. അതേ വർഷം തന്നെ ജർമ്മനിയിൽ ഹിറ്റ്ലറിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം യഹൂദരെ പീഡിപ്പിക്കാൻ തുടങ്ങി. 1942 ആഗസ്റ്റ് 2 ഈദിത്ത് സ്റ്റെയിനിനെയും മഠത്തിൽ അഭയം തേടി വന്ന അവളുടെ സഹോദരിയെയും ഹിറ്റ്ലറിന്റെ രഹസ്യ പോലീസുകാർ അറസ്റ്റ് ചെയ്തു. 7-ാം ദിവസം അവളും മറ്റുള്ളവരോടൊപ്പം ഗ്യാസ് ചേംബറിലേക്ക് അയക്കപ്പെട്ടു. 1942 ആഗസ്റ്റ് 9 ഈദിത്ത് സ്റ്റെയിൻ മരിച്ചതായി ഹോളണ്ടിലെ ആഭ്യന്തര മന്ത്രാലയത്തിലുള്ള ഓഫീസിൽ നിന്നുള്ള കുറിപ്പിൽ രേഖപ്പെടുത്തി. 1998 ഒക്ടോബർ 11 വിശുദ്ധയായി ജോൺ പോൾ 2 മാർപ്പാപ്പ നാമകരണം ചെയ്തു. വിശ്വാസത്തെ പ്രതി രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ ഈദിത്തെ ഞങ്ങളെയും വിശ്വാസ പാഠങ്ങൾ പഠിപ്പിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.